കൊല്ലത്തേക്കാണ്. കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യവുമായി പലയിടത്തും പ്രകടനങ്ങൾ നടക്കുകയാണ്. തെരുവിൽ പ്രതിഷേധം. കൊല്ലത്ത് കാത്തലിക് സ്കൂൾ സ്റ്റാഫ് അസോസിയേഷന്റെ വായ മൂടിക്കെട്ടിയുള്ള പ്രതിഷേധമാണ് കാണുന്നത്. ബിഷപ്പ് പോൾ ആന്റണി ഇപ്പോൾ കൊല്ലത്ത് സംസാരിക്കുകയാണ്. അതിലേക്ക് രൂപീകൃതമാകുമ്പോൾ ഭരണഘടനയുടെ ശില്പികളുടെ ഇടയിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, ദൈവനാമത്തിൽ എന്ന് പറഞ്ഞു തുടങ്ങാൻ. പക്ഷേ വിവിധ തരം ജനങ്ങളുണ്ട് ഇവിടെ, വിവിധ വിശ്വാസികളുണ്ട്, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരുണ്ട്. അതുകൊണ്ട് അങ്ങനെ വേണ്ട, ഇത് ജനത്തിൻ്റെതാണ്. അതുകൊണ്ട് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, മതേതരത്വത്തിൻ്റെ ആദ്യ അക്ഷരം തന്നെ നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിലുണ്ട്. അതാദ്യം തന്നെയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മുടെ ത്രിവർണ്ണ പതാകയും അതുതന്നെയാണ് സൂചിപ്പിക്കുക. ത്രിവർണ്ണ പതാക കാണുമ്പോൾ അഭിമാനത്തോടെ അറ്റൻഷനായി നിന്ന് ജനഗണമന പാടുമ്പോഴും നാം ഓർക്കേണ്ട ഒരു സംഗതി, ഭാരതം എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ഇന്ത്യയെന്നും ഭാരതമെന്നും പറയുമ്പോഴും അത് ഒരേ ഒരു രാജ്യമാണെന്നും അത് ഞാൻ ജനിച്ചു വളർന്ന നാടാണെന്നും ഇത് എൻ്റെ അമ്മയാണെന്നുമുള്ള ഓർമ്മയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നാൽ പൗരത്വത്തിനെതിരായിട്ട് ഒക്കെ പല വിധത്തിലുള്ള പരിപാടികൾ ചില പ്രത്യേക ഗ്രൂപ്പുകൾ നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരെയുള്ള നീക്കമാണത്. ഇവിടെ വിവിധ മതക്കാരും വിവിധ ജാതിക്കാരും വിവിധ ഭാഷക്കാരും ഒന്നിച്ചു ചേർന്നുള്ള ഏകോദര സഹോദരങ്ങൾ എന്ന രീതിയിൽ ഇന്ത്യയാകുന്ന അമ്മയുടെ മക്കളായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്താണ് ഭൂരിപക്ഷ രീതിയിൽ ന്യൂനപക്ഷങ്ങളോട് എതിർപ്പ് കാണിച്ചുകൊണ്ട്, എന്നാൽ കപടമായിട്ട് ആ എതിർപ്പില്ല എന്ന രീതിയിൽ പല സ്ഥലങ്ങളിലും കയറിയിറങ്ങി പ്രചരണം നടത്തുകയും, എന്നാൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വിവിധ വകുപ്പുകൾ പല വിധത്തിൽ നമ്മുടെ നടപടികളിൽ കൊണ്ടുവരികയും ചെയ്യുന്നത് അത് തികച്ചും അപലപനീയമാണ്. അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ പ്രചരണം നടത്തിക്കൊണ്ട് മതപരിവർത്തനം അത് ആരെയും ഫോഴ്സ് ചെയ്ത് ചെയ്യാൻ പറ്റുകയില്ല. അവനവൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ചാണ് അവൻ ഏത് മതത്തിൽ വിശ്വസിക്കണമെന്നും ഏത് എട്ടാം ദിവസമാണ്. ഇന്നും കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല. നാളെ തീരുമാനമാണ്. ഈ പശ്ചാത്തലത്തിലാണ് സഭകൾ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. കൊല്ലത്തെ ദൃശ്യങ്ങളും ആണിപ്പോൾ കണ്ടത്.